സാർ എത്ര മണിക്കൂർ ഉറങ്ങണം, എത്ര മണിക്കൂർ പഠിക്കണം? കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യഥാർത്ഥത്തിൽ ഉറങ്ങുന്ന സമയം അതുപോലെ പഠിക്കുന്ന സമയം ഇതിനേക്കാൾ പ്രധാനം ആത്മാർത്ഥമായിട്ട് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന സമയം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സമയം. ഹോസ്റ്റലുകളിലെ കുട്ടികൾ പലപ്പോഴും ഉറക്കത്തിന്റെ കാര്യത്തിൽ പരസ്പരം കമ്പയർ ചെയ്യുന്നത് കാണാം. 4 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടിയുണ്ടാവും, 6 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടിയുണ്ടാവും. 4 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടിയോട് 6 മണിക്കൂർ ഉറങ്ങുന്ന കുട്ടിക്ക് ഭയങ്കര ഗിൽറ്റാണ്. അവൾ അത്രയും സമയമല്ലേ ഉറങ്ങുന്നുള്ളൂ, അപ്പോൾ കൂടുതൽ എന്തോ അഡ്വാൻറ്റേജ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നമുക്ക് പിറ്റേ ദിവസം റിലാക്സേഷൻ വരുന്ന രൂപത്തിൽ, ക്ലാസ്സുകൾ നന്നായി ശ്രദ്ധിക്കാൻ കഴിയുന്ന രൂപത്തിൽ, പഠന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ എത്ര സമയം ഉറങ്ങണോ അത്ര സമയമാണ് നമ്മൾ ഉറങ്ങേണ്ടത്. ഈ തരത്തിലുള്ള കമ്പാരിസണുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. മലയാളത്തിൽ വളരെ ഫേമസ് ആയ ഒരു കോട്ടുണ്ട്, ഞാൻ നീയാവാൻ ശ്രമിച്ചാൽ ഞാനും ആവില്ല നീയും ആവില്ല എന്ന്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലുകളിലോ വീടുകളിലോ ഒക്കെ പാരൻസിനെയോ വാർഡനെയോ മെന്ററെയോ ഒക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറേ സമയം പുസ്തകത്തിന്റെ മുന്നിൽ ചെലവാക്കുന്നത് ഒഴിവാക്കുക. ഉറക്കം വരുന്ന സമയത്ത് നന്നായി ഉറങ്ങുക, പഠിക്കേണ്ട സമയത്ത് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. അല്ലാതെ ഇത്ര സമയം ഉറങ്ങാൻ പാടുള്ളൂ, ഇത്ര സമയം പഠിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയതമായ നിയമങ്ങളൊന്നും ഇതിൽ ബാധകമല്ല.